എല്ലാ കൂട്ടുകാർക്കും ബോധിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്നുള്ളതിന്റെ അടുത്ത ഒരു ഹെഡിംഗ് ആണ് ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള 3 ക്ലാസ്സുകളിലായിട്ട് സമവാക്യങ്ങൾ എന്ന ഭാഗത്തിലെ മെയിൻ ഹെഡാണ് നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിന്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിന്റെ വീതിയും നീളവും എത്രയാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ ചതുരത്തെ സംബന്ധിച്ചാണ്, റെക്ടാംഗിളിനെ സംബന്ധിച്ചാണ്. ആ റെക്ടാംഗിളിന്റെ ചുറ്റളവ് ഇവിടെ തന്നിട്ടുണ്ട്, അത് 80 മീറ്റർ ആണ്. റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 80 മീറ്റർ ആണ്. പിന്നീട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ചതുരത്തിന്റെ വീതിയും നീളവും കണ്ടുപിടിക്കണം. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് നീളവും വീതിയും കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇവിടെ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ചുറ്റളവ് അഥവാ പെരിമീറ്റർ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു മലയാള മീഡിയംകാര് ചുറ്റളവ് എന്ന് എഴുതുക. ആ ചുറ്റളവ് എന്ന് പറയുന്നത് അത് 80 മീറ്റർ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതാണ് എടുത്തെഴുതി പെരിമീറ്റർ. മലയാള മീഡിയംകാര് ചുറ്റളവ് എന്ന് എഴുതുക 80 മീറ്റർ. പിന്നീട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നീളം എന്ന് പറയുന്നത് വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതൽ എന്നാണ്. അപ്പോൾ നീളവും വീതിയിലേക്ക് വരുന്നതിന് മുന്നോടിയായി പെരിമീറ്റർ തന്നിരുന്നാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പെരിമീറ്റർ തന്നിരുന്നാൽ ശ്രദ്ധിക്കണം, പെരിമീറ്റർ തന്നിരുന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? നീളവും വീതിയും തമ്മിലുള്ള തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? ചുറ്റളവ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അത് എങ്ങനെയാണ്? പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് 2 ഇൻറ്റു നീളം അധികം വീതി അല്ലെങ്കിൽ L പ്ലസ് ബി ആണ്. 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. അത് 80 മീറ്റർ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നീളവും വീതിയും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഈ 40 ആയിരിക്കും. 40 മീറ്റർ. 40 മീറ്റർ എങ്ങനെയാണ് കിട്ടുന്നത്? 40 മീറ്റർ കിട്ടുന്നത് 80 ഡിവൈഡ് ബൈ 2. അതുകൂടി എഴുതിയേക്കാം. 80 എന്ന് പറയുന്ന 80 മീറ്റർ എന്ന് പറയുന്ന ചുറ്റളവിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 40 മീറ്റർ എന്ന് ലഭിക്കുന്നു. ഇവിടെ 80 മീറ്റർ ഉണ്ടായിരുന്നു സമത്തിന് ഇപ്പുറത്ത്. ഇവിടുത്തെ 2നെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നതാണ്. സമത്തിന് ഇപ്പുറത്ത് വന്നു, ഡിവിഷൻ ആയിട്ട് മാറി. 80 ഡിവൈഡഡ് ബൈ 2 40 മീറ്റർ എന്ന് കിട്ടി. ഇപ്പോൾ കിട്ടിയത് നീളവും വീതിയും കൂടെ കൂട്ടുമ്പോൾ 40 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയി? അപ്പൊ നീളവും വീതിയും കൂട്ടുന്നു, 40 മീറ്റർ എന്ന് കിട്ടുന്നു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? നീളവും വീതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞേക്കുന്നത് നീളം എന്ന് പറയുന്നത് വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പൊ ഏതാണ്? നീളം എന്ന് പറയുന്നത് വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ വീതി എന്ന് പറഞ്ഞാൽ x ആണെങ്കിൽ, വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതിനെ x ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നീളം അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. എങ്ങനെയാണ് പറഞ്ഞത്? വീതിയെ നമ്മൾ x ആയിട്ട് എടുക്കുന്നു. വീതി ബ്രെഡ്ത്ത് x ആയിട്ട് എടുക്കുകയാണെങ്കിൽ വീതിയുടെ 2 മടങ്ങിനേക്കാൾ 2x പ്ലസ് 1, വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് ഏത്? അത് നീളം. ക്ലിയർ ആയി? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ലെങ്തും ബ്രെഡ്ത്തും നീളവും വീതിയും കൂട്ടിയാൽ 40 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ 40 ആണെങ്കിൽ ഈ നീളത്തിന്റെയും ഈ വീതിയുടെയും സ്ഥാനത്ത് തന്നിരിക്കുന്ന വിലകൾ എടുത്തെഴുതുക. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ എല്ലിന്റെ സ്ഥാനത്ത് ഇവിടെ എത്ര എഴുതണം? 2x പ്ലസ് 1 അധികം, അടുത്ത ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് x എഴുതുക. x ഈക്വൽ ടു അത് 40 മീറ്റർ ആണ്. ഇവിടെ തന്നിട്ടുണ്ട് 40 മീറ്റർ ആണെന്നുള്ളത്.
ഇപ്പോൾ എഴുതിയത് നീളം അധികം വീതി ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നതിന്റെ സ്ഥാനത്ത് ഇവിടെ തന്നിരിക്കുന്ന വിലകൾ ലെങ്തിന്റെ സ്ഥാനത്ത് 2x+1 എഴുതി, ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് x എഴുതി, ഈക്വൽ ടു 40 മീറ്റർ എന്നും എഴുതി കഴിഞ്ഞു. ഇനി 2x-നോടൊപ്പം 1x കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് 3x എന്ന് ലഭിക്കുന്നു. ബാലൻസ് ഉള്ളത് +1 ഈക്വൽ ടു 40 എന്ന് ലഭിക്കുന്നു. വീണ്ടും 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 സമത്തിനപ്പുറത്തുണ്ട്. ഇവിടുള്ള +1 സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുക, അപ്പോൾ അവിടെ മൈനസ് ആവും. 3x സമം 39 എന്ന് ലഭിക്കുന്നു. ഇതിൽ നിന്നും x കണ്ടെത്താനായിട്ട് 39 ഡിവൈഡഡ് ബൈ 3 എന്ന് ലഭിക്കുന്നു. 3 3 വെട്ടുന്നു. ഒരു തവണ 9-ലാണെങ്കിൽ 3 തവണ. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 എന്ന് ലഭിക്കുന്നു. കിട്ടിയ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിട്ടിയ 13 ബ്രെഡ്ത്ത് ആണ് അല്ലെങ്കിൽ വീതിയാണ്. എഴുതാൻ അങ്ങോട്ട് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി. മലയാളം മീഡിയംകാര് വീതി എന്ന് എഴുതുക. കിട്ടി 13 മീറ്റർ എന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ നീളം കണ്ടുപിടിക്കാനായിട്ട് 2x അധികം 1 ആണ്. അതായത് നീളം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതൽ. 2x+1 ഈക്വൽ ടു 13 × 2 അധികം 1 സമം 13 × 2 26, 26 1 27 മീറ്റർ എന്ന് ലഭിക്കുന്നു. കിട്ടിയ നീളം ഇപ്പോൾ കിട്ടിയത് നീളം എത്രയാണ്? 27 മീറ്റർ ആണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കണം. ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളിൽ ഒന്ന് മറ്റേതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലായിരിക്കണം. ചെറിയ കോൺ എത്രയാകണം? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഒരു വരയിലെ ഒരു കോണിൽ നിന്ന്, ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വരയാണ് വരയ്ക്കാനുള്ളത്. നോക്കാം എങ്ങനെയാണ്. ഒരു വര, ആ ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കണം. മറ്റൊരു വര ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു വരയിലെ ബിന്ദുവിൽ നിന്നും മറ്റൊരു വര വരച്ചു കഴിഞ്ഞു. ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകൾ, ഇവിടെ ഇപ്പൊ എത്ര കോണുകൾ ഉണ്ടാവും? 2 കോണുകളാണ് ഉണ്ടാകുന്നത്. ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളിൽ ഒരു കോൺ എന്ന് പറയുന്നത് മറ്റേ കോണിനേക്കാൾ എത്ര കൂടുതലായിരിക്കണം? 50 കൂടുതലായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2 കോണുകൾ ഏതാണ്? ആ 2 കോണുകളുടെയും അളവുകൾ ഏതാണ്? ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോൺ എന്ന് പറയുന്നത് മറ്റേ കോണിനേക്കാൾ എത്ര കൂടുതലായിരിക്കണം എന്നാ പറഞ്ഞത്? 50 കൂടുതലായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ അളവിനെ ഉദാഹരണമായി x ഡിഗ്രി എന്ന് ഞാൻ എടുക്കുന്നു. അവിടുത്തെ അളവ് നമുക്ക് തന്നിട്ടില്ല. പറഞ്ഞേക്കുന്ന ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ. എന്തെന്ന്? ഇവിടുത്തെ അളവ് x ഡിഗ്രി ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അളവിനേക്കാൾ 50 ഡിഗ്രി കൂടുതലായിരിക്കണം അപ്പുറത്തെ അളവ് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ x ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ ആയിരിക്കണം? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടുപിടിച്ച x ഡിഗ്രിയേക്കാൾ എത്ര കൂടുതലായിരിക്കണം? 50 ഡിഗ്രി കൂടുതലായിരിക്കണം. എങ്ങനെ വരും? അപ്പോഴ് 50 ഡിഗ്രി കൂടുതലായിരിക്കണമെങ്കിൽ x+50 ഡിഗ്രി എന്ന് വരും. ഇവിടെ x ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ വരും? എക്സിനെ കാട്ടിയതും 50 ഡിഗ്രി കൂടുതലായിരിക്കണം. x+50 ഡിഗ്രി എഴുതാം. വരി എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് ആംഗിൾ അല്ലെങ്കിൽ ആദ്യത്തെ കോൺ, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഫസ്റ്റ് ആംഗിൾ ഈക്വൽ ടു x ഡിഗ്രി. നമ്മൾ ആദ്യത്തെ കോണിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തത്? ഫസ്റ്റ് ആംഗിളിനെ നമ്മൾ x ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ആംഗിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ കോൺ, സെക്കൻഡ് ആംഗിൾ, രണ്ടാമത്തെ കോണ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കോൺ എങ്ങനെയാ വരുന്നത്? അത് ആദ്യത്തെ കോണിനേക്കാൾ എത്ര കൂടുതലായിരിക്കണം? ആദ്യത്തെ കോണിനെ കാട്ടിയും അത് 50 ഡിഗ്രി കൂടുതലായിരിക്കണം. നമുക്ക് എഴുതാൻ പറ്റും x+50 ഡിഗ്രി എന്ന്. ആദ്യത്തെ കോണ് x ഡിഗ്രി, രണ്ടാമത്തേത് എങ്ങനെയാ വരുന്നത്? രണ്ടാമത്തത് വരുന്നത് ആദ്യത്തെ കോണിനെ കാട്ടിയും 50 ഡിഗ്രി കൂടുതൽ, x അധികം 50 ഡിഗ്രി. ഇനി ഈ വരച്ചു വെച്ചേക്കുന്ന പടം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതെന്താണെന്നുള്ളത്. എന്താണ് ഇത്? നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ പറഞ്ഞ കാര്യം കൂടിയാണ്. ഇത് ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡിയുടെ പ്രത്യേകത അതിന്റെ ആംഗിളുകളുടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? അത് 180 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എഴുതാം. എക്സ് അധികം ഈ എക്സിനെയാണ് ഇങ്ങോട്ട് എടുത്തിടുന്നത്. എക്സ് അധികം ബാലൻസ് ഉള്ള എന്താണ്? എക്സ് പ്ലസ് 50 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. ഈക്വൽ ടു 180 ഡിഗ്രി. 180 വന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ലീനിയർ പെയർ ആണ്. ഒരു ലൈനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകളുടെ തുക അല്ലെങ്കിൽ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. 7ൽ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ വീണ്ടും ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? എക്സ് അധികം എക്സ് പ്ലസ് 50 ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എക്സും എക്സും കൂട്ടുന്നു, അത് 2x ആണ്. പ്ലസ് 50നെ ബാലൻസ് ഉണ്ട്, അതുപോലെ എടുത്ത് എഴുതുന്നു, ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി പഴയതുപോലെ തന്നെ മാറ്റമൊന്നുമില്ല. 2x എടുത്ത് എഴുതുന്നു, ഇവിടെ പ്ലസ് 50 സമത്തിന് അപ്പുറത്തേക്ക് എടുത്തെറിയുന്നു, 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി എന്ന് വരുന്നു. വീണ്ടും 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180ൽ നിന്നും 50 പോകുക, 180 മൈനസ് 50 അത് 130 ഡിഗ്രി ആയിരിക്കും. 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 ഡിഗ്രി ആണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനായി 130 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 എന്ന് വരുന്നു, അത് 65 ഡിഗ്രി ആയിരിക്കും. 65 ഡിഗ്രി ആയിരിക്കും ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 65 ഡിഗ്രി ആയിരിക്കും. ഇനി രണ്ടാമത്തേതായിട്ടുള്ള സെക്കൻഡ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് സെക്കൻഡ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് പ്ലസ് 50 ആണ്. എക്സ് അധികം 50. രണ്ടാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ആംഗിളിനോടൊപ്പം ഒന്നാമത്തെ ആംഗിൾ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഈ കിട്ടിയ 65 ഡിഗ്രിയോടൊപ്പം 50 കൂടി എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 ഡിഗ്രി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്. ഈ കണ്ടുപിടിച്ച 65 ഡിഗ്രിയോടൊപ്പം 50 കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. ഈക്വൽ ടു 115 ഡിഗ്രി എന്ന് ലഭിക്കുന്നു. എത്രയാണ്? 115 ഡിഗ്രി. അപ്പോൾ രണ്ടാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 115 ഡിഗ്രിയും ഒന്നാമത്തെ ആംഗിള് 65 ഡിഗ്രിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പുസ്തകത്തിന്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പെൻസിലിന്റെ വില ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണ്. ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി. ആകെ 74 രൂപയായി. ഓരോന്നിന്റെയും വില എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ അല്പം ലെങ്ത് ഉള്ളതാണ് എന്നെങ്കിൽ പോലും ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ഒരു പുസ്തകത്തിന്റെ വിലയാണ് ആദ്യം പറയുന്നത്. ആ പുസ്തകത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. പുസ്തകത്തിന്റെ വില എന്ന് പറഞ്ഞാൽ പേനയുടെ വിലയെ കാട്ടിന്ന് എത്ര കൂടുതലാണ്? 4 രൂപ കൂടുതലാണ്. ഇനി പെൻസിലിന്റെ വിലയാണെങ്കിലോ? പെൻസിലിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണ്. ക്ലിയർ? അടുത്തത്, ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ ചിലവായി? 74 രൂപയാണ് അയാൾക്ക് ആകെ ചിലവായത്. ഓരോന്നിന്റെയും വിലയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വാങ്ങിച്ചത് എന്തൊക്കെയാണ്? പുസ്തകം വാങ്ങിച്ചു, പേന വാങ്ങിച്ചു, പെൻസിൽ വാങ്ങിച്ചു. ഓരോന്നിന്റെയും സെപ്പറേറ്റ് തുക എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓരോന്നിനും എത്ര രൂപ ഇതാകും. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആകെ ചിലവായ തുക നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ആകെ ചിലവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 74 രൂപയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് അതിനെ എങ്ങനെ എടുത്ത് എഴുതാം? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 74 രൂപ. അല്ലെങ്കിൽ ആകെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 74 രൂപയാണ് ആകെ ചിലവായത്. അത് എഴുതി. ഇനി ഓരോന്നായിട്ട് നോക്കാം. പുസ്തകത്തിന്റെ വിലയെ പറ്റിയാണ് ആദ്യം പറയുന്നത്. പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതൽ എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സാധനത്തിന്റെ വിലയെ പറ്റി പറയുമ്പോൾ നമുക്ക് താരതമ്യം ചെയ്യാനായിട്ട് പറയുന്ന വില എന്ന് പറഞ്ഞാൽ അത് പേനയുടെ വിലയാണ്. ഏതാണ്? എല്ലാ വിലയും, അതായത് പുസ്തകത്തിന്റെ വില പറയാനായാലും പെൻസിലിന്റെ വില പറയാനായാലും നമ്മൾ താരതമ്യം ചെയ്യുന്ന ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? പേനയുടെ വിലയെ അടിസ്ഥാനമാക്കിയാണ്
ഈ ഓരോന്നിന്റെയും വിലകൾ പറയുന്നത്, പുസ്തകത്തിന്റെ ആയാലും പെൻസിലിന്റെ വിലയായാലും പറയുന്നത് ഏതിനെ അടിസ്ഥാനമാക്കിയാണ്? പേനയുടെ വിലയെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പേനയുടെ വിലയെ എന്തായിട്ട് കണക്കാക്കണം? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എന്താണ്? ഏതിനെയാണോ നമ്മൾ താരതമ്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഏതിന്റെ വില പറയുവാനും നമ്മൾ കണക്കാക്കുന്നത് ഏതാണ്? പേനയുടെ വിലയെ അടിസ്ഥാനമാക്കിയാണ് പുസ്തകത്തിന്റെ വിലയായാലും പെൻസിലിന്റെ വിലയായാലും പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പേനയുടെ വിലയെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? അതിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും? ദി പ്രൈസ് ഓഫ് പെൻ ഈക്വൽ ടു, പേനയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആണ്. മലയാളം മീഡിയംകാരെ പേനയുടെ വില സമം എക്സ്, പ്രൈസ് ഓഫ് പെൻ ഈക്വൽ ടു എക്സ്. പേനയുടെ വില എന്താണ്? എത്ര രൂപയാണ്? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പുസ്തകത്തിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ വിലയാണ്? പുസ്തകത്തിന്റെ, ടെക്സ്റ്റ് ബുക്കിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. പേനയുടെ വില ഞാൻ പറഞ്ഞു എത്രയാണ്? എക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോ ഈ എക്സ് എന്ന് പറയാം പേനയുടെ വിലയെ കാട്ടിയത് 4 രൂപയും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിന്റെ കൂടെ എത്രയോടെ കൂട്ടണം? പറ. ഈ ഒരു വിലയുടെ കൂടെ എത്ര രൂപയുടെ കൂടെ? 4 രൂപ കൂടുതൽ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എക്സിന്റെ കൂടെ 4 രൂപ കൂട്ടുക. എക്സിന്റെ കൂടെ 4 കൂട്ടിയാൽ എത്ര ലഭിക്കും? എക്സ് അധികം 4. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെ എഴുതാം? പുസ്തകത്തിന്റെ വില സമം ദി പ്രൈസ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ഈക്വൽ ടു, പുസ്തകത്തിന്റെ വില സമം, മലയാളം മീഡിയങ്ങൾ എഴുതേണ്ടത് പുസ്തകത്തിന്റെ വില എന്നാണ്. ദി പ്രൈസ് ഓഫ് ടെക്സ്റ്റ് ബുക്ക് ഈക്വൽ ടു, പുസ്തകത്തിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേനയുടെ വിലയേക്കാൾ എക്സിനേക്കാൾ എത്ര കൂടുതലായിരിക്കും? 4 കൂടുതലായിരിക്കും. എത്രയാണ്? 4 കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യമേ എഴുതി പേനയുടെ വില എക്സ് ആണ്, പുസ്തകത്തിന്റെ വില അങ്ങനെയാണെങ്കിൽ പേനയുടെ വിലയെക്കാട്ടിന് 4 രൂപ കൂടുതലാണ്. എക്സ് പ്ലസ് 4. ഇപ്പൊ 2 കാര്യങ്ങളായി. ഇനി അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയണമെങ്കിൽ ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. അത് ഏതിന്റെ വിലയാണ്? പെൻസിലിന്റെ വിലയാണ്. നോക്കാം പെൻസിലിനെ പറ്റി എന്താണ് പറയുന്നതെന്ന്. പെൻസിലിന്റെ വില എന്ന് പറഞ്ഞാൽ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണ്. എങ്ങനെയാണ്? പേനയുടെ വിലയേക്കാൾ, പേനയുടെ വില ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? പേനയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. ആ എക്സിനേക്കാൾ 2 രൂപ കുറവാണെന്നാണ് പറഞ്ഞത്. 2 രൂപ കുറവാണ്. അപ്പോൾ നോക്കാം, ഇവിടെ എക്സ് ആണ്, എക്സിനേക്കാൾ 2 രൂപ കുറവെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിന്റെ എങ്ങനെ എഴുതിയത്? 4 രൂപ കൂടുതൽ എന്ന് പറഞ്ഞപ്പോൾ എക്സ് പ്ലസ് 4 എഴുതി. ഇനി 2 രൂപ കുറവെന്ന് പറയുമ്പോഴോ എക്സ് മൈനസ് 2. അപ്പോൾ എഴുതാം ദി പ്രൈസ് ഓഫ് പെൻസിൽ ഈക്വൽ ടു എക്സ് മൈനസ് 2 ആണ്. തെറ്റിപ്പോവരുത്. പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവ് എന്നാണ് പറഞ്ഞത്. പേനയുടെ വില എക്സ് ആണ്, എക്സിനേക്കാൾ 2 രൂപ കുറവാണ്. അപ്പോൾ നമുക്ക് എന്തായി? 3 വിവരങ്ങളെ പറ്റിയുള്ള വിലകളായി. പേനയ്ക്ക് എക്സ് രൂപ, ടെക്സ്റ്റ് ബുക്കിന് എക്സ് പ്ലസ് 4 രൂപ, പെൻസിലിന് എക്സ് മൈനസ് 2 രൂപ. ഇനി ആ ആള് വാങ്ങിച്ച എണ്ണം എത്രയൊക്കെയാണ്? നമുക്ക് തന്നിട്ടുള്ളതിന് 3 എണ്ണത്തിനെയും വിലകളായി കഴിഞ്ഞു. ഈ വിലയെ എത്ര എണ്ണമാണ് എന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആകെ തുകയായിട്ടുള്ള 74 രൂപ കിട്ടത്തില്ലേ? എങ്ങനെയാണ്? ഇവിടെ തന്നിരിക്കുന്നതിന്റെ ഓരോ എണ്ണത്തിന്റെയും, പേനയുടെ ആയാലും ടെക്സ്റ്റ് ബുക്കിന്റെ ആയാലും പെൻസിലിന്റെ ആയാലും വില തന്നിരുന്നാൽ അവയുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ആകെ തുകയായ 74 നമുക്ക് ലഭിക്കില്ലേ? ആണ്, ലഭിക്കും. അങ്ങനെ വരുമ്പോൾ പേന എത്ര വാങ്ങിച്ചു? എത്ര പേനയാണ് വാങ്ങിച്ചത്? ഒരാൾ 5 ആദ്യം വാങ്ങിച്ചത് 5 പുസ്തകങ്ങളാണ്. 5 പുസ്തകം വാങ്ങിച്ചു. പുസ്തകത്തിന്റെ വില ഇവിടെ തന്നിട്ടുണ്ട്, എക്സ് അധികം 4 ആണ്. 5 പുസ്തകം വാങ്ങിക്കുമ്പോഴുള്ള ചെലവ് കണ്ടുപിടിക്കാനായിട്ട് 5 ഇൻറ്റു എക്സ് പ്ലസ് 4 അധികം പുസ്തകത്തിന്റെ വില കണ്ടുപിടിക്കാനായിട്ട് 5 ഇൻറ്റു എക്സ് പ്ലസ് 4 അധികം രണ്ടാമതായിട്ട് വാങ്ങിച്ചത് 2 പേനയാണ്. 2 പേന, ഒരു പേനയുടെ വില എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. 2 പേനയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് ആണ്. 2 ഇൻറ്റു
എക്സ്. ഇനി വാങ്ങിച്ചിരിക്കുന്നത് എന്താണ്? പെൻസിൽ വാങ്ങിച്ചു. പെൻസിൽ വാങ്ങിച്ചത് 3 പെൻസിലാണ് വാങ്ങിച്ചത്. 3 പെൻസിൽ വാങ്ങിക്കുമ്പോൾ പെൻസിലിന്റെ വില എങ്ങനെയാവും? 3 ഇൻറ്റു എക്സ് മൈനസ് 2 ആണ്. എക്സ് മൈനസ് 2 എന്നുള്ളതാണ് പെൻസിലിന്റെ വില. 3 എണ്ണമാണ് വാങ്ങിച്ചത്. 3 ഇൻറ്റു എക്സ് മൈനസ് 2. ഈ ഒരു സ്റ്റെപ്പ് വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരത്തിന്റെ ഏകദേശം പകുതിയോടെ വായിക്കഴിഞ്ഞു. ഉത്തരത്തിന്റെ പകുതി ഈ ഒരു സ്റ്റെപ്പോട് കൂടിയായി. ഇതാണ് നമ്മുടെ കണക്കിലേക്കുള്ള മെയിൻ ആയിട്ടുള്ള വഴി. ഇനി നോക്കാം, ഇവിടെ തന്നിരിക്കുന്ന ബ്രാക്കറ്റിനുള്ളിൽ തന്നിരിക്കുന്ന സംഖ്യകൾ നോക്കാം. ബ്രാക്കറ്റിനുള്ളിലുള്ളത് എക്സ് ഉണ്ട് പ്ലസ് 4 ഉണ്ട്. ബ്രാക്കറ്റിന് വെളിയിൽ 5 ഉണ്ട്. ബ്രാക്കറ്റിന് വെളിയിലുള്ള 5നെ ബ്രാക്കറ്റിന് ഉള്ളിലുള്ള എക്സ് കൊണ്ടും 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ശ്രദ്ധിക്കണം, ബ്രാക്കറ്റിന് വെളിയിലുള്ള 5നെ ബ്രാക്കറ്റിന്റെ അകത്തുള്ള എക്സ് കൊണ്ടും 4 കൊണ്ടും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 5നെ ആദ്യമേ എക്സ് കൊണ്ട് ഗുണിക്കുക. 5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5x ആണ്. ചിഹ്നം മാറ്റമില്ല, പ്ലസ് അതുപോലെ എഴുതുക. വീണ്ടും 5നെ 4 കൊണ്ട് ഗുണിക്കുന്നു. 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. 20 എടുത്ത് എഴുതി. ഇവിടുത്തെ ചിഹ്നം പ്ലസ് അതുപോലെ. 2 ഇൻറ്റു എക്സ് 2x, പ്ലസ് ചിഹ്നം അതുപോലെ. 3 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x ആണ്. ഇനി ശ്രദ്ധിക്കണം, 3 ഇൻറ്റു എക്സ് നമ്മൾ ഗുണിച്ച് 3x എഴുതി. അടുത്തത് ഇവിടുത്തെ 3നെ ഇവിടുത്തെ 2 കൊണ്ട് ഗുണിക്കുക. ഇവിടുത്തെ 3ന്റെ ചിഹ്നം പ്ലസ് ആണ്, ഇവിടുത്തെ 2ന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. പോസിറ്റീവിന്റെ നെഗറ്റീവ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അത് നെഗറ്റീവ് ആണ് വരുന്നത്. നെഗറ്റീവ് 6. 3 ഇൻറ്റു 2 6 സമം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആകെ തുകയായിട്ടുള്ള 74 രൂപയാണ്. ഇവിടെയും കൂടി എന്ത് എഴുതുക? 74 എന്ന് എഴുതുക. അപ്പോൾ ആകെ തുകയായ 74 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി എക്സുകളെ തമ്മിൽ എല്ലാം കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. ഇവിടെ ഒരു 5x ഉണ്ട്, ഇവിടെ 2x ഉണ്ട്, ഇവിടെ 3x ഉണ്ട്. 5ഉം 2ഉം 7, 7ഉം 3ഉം 10x. അപ്പോൾ 10x അധികം. ഇനി സംഖ്യകൾ തമ്മിൽ നോക്കാം. ഇവിടെ പോസിറ്റീവ് 20ഉം ഇവിടെ നെഗറ്റീവ് 20ഉമാണ്. പോസിറ്റീവ് 20, നെഗറ്റീവ് 20. എന്ത് ചെയ്യാൻ പറ്റും? 20ൽ നിന്നും 6 കുറയ്ക്കുക. 20ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് അത് 14 ആണ്. സമം 74 എന്ന് ലഭിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ 10x സമം 74 മൈനസ് 14 എന്ന് വരുന്നു. എങ്ങനെയാണ് മൈനസ് 14 വന്നത്? ഇവിടുത്തെ പോസിറ്റീവ് 14 സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി മൈനസ് ആയി. ഇനി വീണ്ടും 10x സമം 60 എന്ന് ലഭിക്കുന്നു. 10x സമം 60. അതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാനായി 60 ഡിവൈഡഡ് ബൈ 10 എന്ന് ലഭിക്കുന്നു. ഉത്തരം 6 എന്ന് ലഭിക്കുന്നു. ലഭിച്ച ഉത്തരം എന്ന് പറഞ്ഞാൽ എക്സിന്റെ വിലയാണ്. എക്സിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന്റെ വിലയാണ്? അത് പേനയുടെ വിലയാണ്. നിങ്ങൾ താഴോട്ട് എഴുതുക. പ്രൈസ് ഓഫ് പെൻ എന്ന് തന്നെ എഴുതുക. ഞാനിപ്പോൾ എഴുതുന്നില്ല, ഞാൻ പെണ്ണെന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. പേനയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടിയത്? 6 രൂപ എന്ന് കിട്ടി. നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് ഏതിന്റെ വിലയാണ്? പേനയുടെ വില 6 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ടെക്സ്റ്റ് ബുക്കിന്റെ വിലയാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ വില കണ്ടുപിടിക്കാനാണ് പ്രൈസ് ഓഫ് ടെക്സ്റ്റ് ബുക്ക്. എന്താണ്? എക്സ് പ്ലസ് 4 ആണ്. 6 പ്ലസ് 4 ആണ്, അത് 10 ആണെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? എക്സ് എന്ന് പറയുന്ന പേനയുടെ വില ഇവിടെ 6 കിട്ടി. 6നൊപ്പം 4 കൂട്ടി. 6 4 എത്രയാണ്? 10 രൂപ. ഇനി അടുത്തതായിട്ട് ഒരെണ്ണം കൂടിയുള്ളൂ. അതേതാണ്? അത് പെൻസിലാണ്. പെൻസിലിന്റെ വില കണ്ടുപിടിക്കാനായിട്ട് പേനയുടെ വില എക്സിൽ നിന്നും 2 കുറയ്ക്കുക. 6 മൈനസ് 2 ഈക്വൽ ടു 4 എന്ന് ലഭിക്കുന്നു. 3 എണ്ണം. പേനയുടെ വില 6 രൂപ, ടെക്സ്റ്റ് ബുക്കിന്റെ വില 10 രൂപയെന്നും പെൻസിലിന്റെ വില 4 രൂപയെന്നും ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അടുത്ത ഒരു ക്വസ്റ്റ്യനിലെ ഒരു 5 സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിച്ചത്. എന്താണ്? അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. അടുത്തടുത്തുള്ള 3 എണ്ണങ്ങളെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 36 കിട്ടും. അപ്പോൾ sum of the natural numbers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 33 ആണ്.
അതായത് എണ്ണൽ സംഖ്യകൾ 3 എണ്ണം കൂട്ടുമ്പോൾ അടുത്തടുത്തുള്ള 3 എണ്ണൽ സംഖ്യകൾ കൂട്ടുമ്പോൾ എത്ര ലഭിക്കും? 33 ലഭിക്കും. എണ്ണൽ സംഖ്യകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്ര വെച്ചാ കൂടി പോണത്? 1 വെച്ചാണ് കൂടി പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം 1, 2, 3, 4 അങ്ങനെ പോകും. അതില് 1 എന്ന് പറയുന്ന സംഖ്യയെ ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 1 എന്ന് പറഞ്ഞ സംഖ്യയെ എക്സ് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞ സംഖ്യ എങ്ങനെയാണ് കിട്ടുന്നത്? എക്സ് എന്ന് പറയുന്നതിന്റെ കൂടെ എത്ര കൂട്ടണം? 1 കൂട്ടിയാൽ പോരെ? എന്നൂടെ പറയാം. 1 എന്ന് പറയുന്ന സംഖ്യയെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 2 കിട്ടാനായിട്ട് എക്സ് എന്ന് പറയുന്ന സംഖ്യ 1നോടൊപ്പം എത്ര കൂട്ടണം? 1 കൂടെ കൂട്ടിയാൽ പോരെ? എക്സ് പ്ലസ് 1 എന്ന് വരുന്നു. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 3 എങ്ങനെയാണ് ലഭിക്കുന്നത്? 3 ലഭിക്കാനായിട്ട് എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ 2 കൂട്ടുക. അടുത്ത സംഖ്യ കിട്ടാനായിട്ട് എക്സ് എന്ന് പറയുന്നതിനോടൊപ്പം 3 കൂട്ടുക. അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇവിടെ ചെയ്ത് എത്ര സംഖ്യകളാണ് നമുക്ക് വേണ്ടത്? 3 സംഖ്യകളാണ്. അടുത്തടുത്തുള്ള 3 സംഖ്യകൾ കൂട്ടിയപ്പോൾ എത്ര ലഭിച്ചു എന്ന് പറഞ്ഞു? അത് 33 ആണ് ലഭിച്ചത്. അടുത്തടുത്തുള്ള സംഖ്യ, ആദ്യത്തെ സംഖ്യ ഞാൻ എക്സ് ആയിട്ട് എടുത്തു. തൊട്ടടുത്ത സംഖ്യ ഏതായിരിക്കും? തൊട്ടടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം 1 കൂട്ടുക. എക്സിന്റെ കൂടെ 1 കൂട്ടി എക്സ് പ്ലസ് 1. അടുത്ത സംഖ്യ ആണെങ്കിലോ എക്സ് പ്ലസ് 2. അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. നമുക്കിവിടെ എത്ര എണ്ണം മതി? 3 എണ്ണം മതി. അപ്പോൾ ഇവിടെ സ്റ്റെപ്പായിട്ട് എഴുതുക. നമ്പേഴ്സ് ഈക്വൽ ടു എങ്ങനെ എഴുതുക? എക്സ് കോമ എക്സ് പ്ലസ് 1 കോമ എക്സ് പ്ലസ് 2. മലയാളം മീഡിയക്കാര് സംഖ്യകൾ യഥാക്രമം എക്സ് കോമ എക്സ് പ്ലസ് 1 കോമ എക്സ് പ്ലസ് 2. ഈ പറയുന്നത് എന്താണ്? ഇതിന്റെ തുക എന്നല്ലേ പറയുന്നത്? തുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 33 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് അധികം എക്സ് പ്ലസ് 1 അധികം എക്സ് പ്ലസ് 2 ഈക്വൽ ടു 33. ഈ 3 എഴുതി വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് കൂട്ടാനായിട്ട് എടുത്തെഴുതി. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എക്സ് അതുപോലെ എടുത്തെഴുതി, എക്സ് പ്ലസ് 1 എഴുതി, എക്സ് പ്ലസ് 2 എഴുതി, ഈക്വൽ ടു ഇട്ട് 33. ഇനി കൂട്ടുക. എക്സുകൾ എത്ര ഉണ്ട്? 1, 2, 3 എക്സുകള്. അപ്പോൾ 3x അധികം, ഇനി സംഖ്യകളായിട്ട് ഇവിടെ എത്രണ്ണേ ഉള്ളു? 2ഉം 1ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ 3x അധികം 3 സമം അത് 33 ആണ്. 3x അധികം 3 സമം 33. ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം. നമ്മൾ ഇതുവരെ ചെയ്തു വന്നുകൊണ്ടാണ്. ബാക്കിയുള്ള എങ്ങനെയാണ്? 3x സമം 33 മൈനസ് 3 ആണ്. 3x സമം 33ൽ നിന്നും 3 പോയാൽ ബാലൻസ് ഉള്ളത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടെത്താനായി 30 ഡിവൈഡഡ് ബൈ 3 എന്ന് വരുന്നു. എക്സിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. എക്സിന്റെ വില 10 ആയി കഴിഞ്ഞാൽ നമ്പറുകൾ എങ്ങനെ കണ്ടെത്തും? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു നാച്ചുറൽ നമ്പേഴ്സ്. മലയാളം മീഡിയംകാര് എണ്ണൽ സംഖ്യകൾ എന്നെഴുതുക. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു 10, ആദ്യത്തെ സംഖ്യ കിട്ടി 10 കിട്ടി. അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ 1 കൂടെ കൂട്ടുക 11 ആണ്. അടുത്തതാണെങ്കിൽ ഇതിന്റെ കൂടെ 2 കൂട്ടുക എത്രയാണ്? 12 ആണ്. അപ്പോൾ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു 10, 11, 12 എന്ന് ലഭിക്കുന്നു. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അടുത്തടുത്തുള്ള 3 ഇരട്ട സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? അടുത്തടുത്തുള്ള 3 ഇരട്ട സംഖ്യകൾ എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഇരട്ട സംഖ്യയെ നമുക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഇരട്ട സംഖ്യ വരുന്നത് എക്സ് പ്ലസ് 2 ആയിരിക്കും. ഇവിടെ നോക്കാം. 2, 4, 6, 8 എക്സെട്ര അങ്ങനെയാണ് ഇരട്ട സംഖ്യകള് പോകുന്നത്. അതില് ഈ രണ്ടിന്റെ സ്ഥാനത്ത് നമ്മൾ 2നെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 2 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നും 4 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്താനായിട്ട് എത്രയാണ് നമ്മൾ കൂട്ടുന്നത്? 2 ആണ് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് പ്ലസ് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാനാണെങ്കിലോ
അത് എക്സ് പ്ലസ് 4 ആയിരിക്കും. അപ്പോൾ മൂന്ന് സംഖ്യകൾ, ഒന്നാമത്തെ സംഖ്യ എക്സ്, അടുത്ത സംഖ്യ എക്സ് പ്ലസ് 2, അടുത്ത സംഖ്യ എക്സ് പ്ലസ് 4 എന്ന് കണ്ടെത്താം. ഇവിടെ എഴുതാം എക്സ് പ്ലസ് 4. മൂന്ന് ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പറുകളാണ്. ഈവൻ നമ്പർ ഒന്നാമത്തേതാണ് എക്സ് ആണ്, രണ്ടാമത്തത് എക്സ് പ്ലസ് 2 ആണ്, അടുത്തത് എക്സ് പ്ലസ് 4 ആണ്. ഇനി ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദി 3 ഈവൻ നമ്പർ, സം ഓഫ് ദി 3 ഈവൻ നമ്പേഴ്സ് ഈക്വൽ ടു അത് 36 ആണ്. ഇരട്ട സംഖ്യകളുടെ തുക, ആദ്യത്തെ മൂന്ന് അടുത്തടുത്തുള്ള മൂന്ന് ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? 36 ആണ്. അടുത്തടുത്തുള്ള ഇരട്ട സംഖ്യകൾ എന്നാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തടുത്തുള്ള ഇരട്ട സംഖ്യകൾ എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന കണ്ടീഷൻ ഇവിടെ വരത്തുള്ളൂ. അടുത്തടുത്തുള്ള സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഇതുപോലെ വരികയില്ല. അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുക, മൂന്ന് ഇരട്ട സംഖ്യകൾ കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് 36 ആണ്. എഴുതാം എക്സ് അധികം എക്സ് പ്ലസ് 2 അധികം എക്സ് പ്ലസ് 4 ഈക്വൽ ടു 36. ആദ്യത്തെ സംഖ്യ എക്സ് ആണ്, അടുത്ത സംഖ്യ എക്സ് പ്ലസ് 2 ആണ്, അടുത്തത് എക്സ് പ്ലസ് 4 ആണ്, ഈക്വൽ ടു 36. ഇവിടെ എത്ര എക്സുകളാണുള്ളത്? 3 എക്സുകളുണ്ട്. 3x പ്ലസ് 6 ഈക്വൽ ടു 36. 3x അധികം 6, 3x അധികം 6 ഈക്വൽ ടു 36. അങ്ങനെയാണെങ്കിൽ 3x ഈക്വൽ ടു 36 മൈനസ് 6 എന്ന് വരുന്നു. 3x ഈക്വൽ ടു 30 എന്ന് വരുന്നു. 36 നിന്നും 6 കുറച്ചു കഴിഞ്ഞാൽ 30. 3x സമം 30 ആയാൽ x കണ്ടെത്താനായിട്ട് 30 ഡിവൈഡഡ് ബൈ 3, x എന്ന് പറഞ്ഞ സംഖ്യ 10 എന്ന് ലഭിക്കുന്നു. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ സംഖ്യയാണ്, ആദ്യത്തെ സംഖ്യ 10 ആണ്. ആദ്യത്തെ ഇരട്ട സംഖ്യ എത്ര ലഭിക്കുന്നു? 10 ലഭിക്കുന്നു. ദി ഈവൻ നമ്പർ ഈക്വൽ ടു ദി ഈവൻ നമ്പേഴ്സ് ഈക്വൽ ടു, ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് 10 ആണ്. അടുത്തത് കണ്ടെത്താനായിട്ട് ഇതിനോടൊപ്പം എത്ര ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്യുക, അത് 12. വീണ്ടും അടുത്തത് കണ്ടെത്താനായിട്ട് എക്സിനോടൊപ്പം 4 ആഡ് ചെയ്യുക, എക്സ് പ്ലസ് 4, 10 പ്ലസ് 4 14 എന്ന് ലഭിക്കുന്നു. മൂന്ന് സംഖ്യകൾ കൂടെ കൂട്ടുമ്പോൾ എത്ര ലഭിക്കുന്നു? 36 എന്ന് ലഭിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തടുത്തുള്ള മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക 33 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? അടുത്തടുത്തുള്ള മൂന്ന് ഒറ്റ സംഖ്യകളുടെ തുക 33 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? ഇവിടെ പറയുന്നത് ഓഡ് നമ്പറിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റ സംഖ്യയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് നമ്പറിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് ആലോചിക്കുക. ഓഡ് നമ്പറിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യയെ പറ്റിയാണ് പറയുന്നത്. പിന്നെ പറയുന്ന കാര്യം എന്താണ്? ആ സംഖ്യകൾ തമ്മിൽ അടുത്തടുത്തുള്ള സംഖ്യകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സംഖ്യകൾ അടുത്തടുത്തുള്ളതുമാണ്, അവ ഓഡ് നമ്പറുകളുമാണ്. നോക്കാം, ഓഡ് നമ്പറുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ 1, 3, 5, 7 എക്സെട്ര അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതാണ് എന്ത്? ഓഡ് നമ്പർ എന്ന് പറയുന്നത്. ഇതിൽ 1ന്റെ സ്ഥാനത്തുള്ള സംഖ്യയെ ഞാൻ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 1ന്റെ സ്ഥാനത്തുള്ള 1നെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അടുത്തടുത്തുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3ന്റെ സ്ഥാനത്തെ സംഖ്യ കണ്ടെത്താനായി എക്സിനോടൊപ്പം 2 ആഡ് ചെയ്താൽ ഏത് കിട്ടും? രണ്ടാമത്തെ സംഖ്യയായിട്ടുള്ള 3 ലഭിക്കുന്നു. എക്സിനെ 1നെയാണ് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തത്. 3 കണ്ടെത്താനായിട്ട് എക്സിനോടൊപ്പം 2 ആഡ് ചെയ്യുന്നു. ഇനി 5 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ 1നോടൊപ്പം എക്സിനോടൊപ്പം എത്രയാണ് ആഡ് ചെയ്യാനുള്ളത്? എക്സിനോടൊപ്പം 1നോടൊപ്പം 4 കൂടെ കൂട്ടിയാൽ മാത്രമേ ഏത് ലഭിക്കത്തുള്ളൂ? 5 ലഭിക്കത്തുള്ളൂ. അപ്പോൾ എഴുതാം എക്സ് പ്ലസ് 4 എന്ന് എഴുതാം. 3 ഓഡ് നമ്പറുകളായി. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സും, തൊട്ടടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2, അടുത്ത സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 4. ഇനി ഇതിന്റെ സമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? സം ഓഫ് ദി ഓഡ് നമ്പേഴ്സ്, സം ഓഫ് ദി ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു 33 ആണ്. സം ഓഫ് ദി ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു 33 ആണ്. 33 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും കൂടെ കൂട്ടുക. എക്സ്, ആദ്യത്തെ സംഖ്യ എക്സ് ആണ്. അടുത്തത് എങ്ങനെ വരും? അത് എക്സ് പ്ലസ് 2 ആണ്. അടുത്തത് എങ്ങനെ വരും? എക്സ് പ്ലസ് 4 ആണ്. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ലഭിക്കുന്നത്
33 മൂന്ന് കൂടെ കൂട്ടുമ്പോൾ 33 ലഭിക്കുന്നത്. ഇവിടെ എത്ര എക്സുകളുണ്ട്? 1 2 3 1x 2x 3 എക്സുകളാണ് ഉള്ളത്. അപ്പോൾ 3x പ്ലസ് ഇനി നമ്പർ ആയിട്ട് എത്രയും കൊണ്ട് 2 ഉണ്ട് 4 ഉണ്ട് 4 2 6 ഈക്വൽ ടു 33 എന്ന് ലഭിക്കുന്നു. 33. അതിൽ നിന്നും 3x ഈക്വൽ ടു 33 മൈനസ് 6 എന്ന് വരുന്നു. 3x ഈക്വൽ ടു 27 എന്ന് ലഭിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. 3x 27 ആണെന്നുണ്ടെങ്കിൽ x കണ്ടെത്താനായി 27 ഡിവൈഡഡ് ബൈ 3 എന്ന് വരുന്നു. x ഈക്വൽ ടു 9 എന്ന് ലഭിക്കുന്നു. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യയാണ്. ഓഡ് നമ്പറിലെ ഫസ്റ്റ് ഓഡ് നമ്പർ 9 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് കണ്ടെത്താനായി ഓഡ് നമ്പേഴ്സ് ഈക്വൽ ടു 9. ആദ്യത്തെ സംഖ്യ 9 ആണ്. അടുത്ത സംഖ്യ കണ്ടെത്താനായി ഈ എക്സിനോടൊപ്പം 2 കൂട്ടുക. 9നോടൊപ്പം 2 കൂട്ടുമ്പോൾ 11 ലഭിക്കുന്നു. ഇനി അടുത്ത് കണ്ടെത്താനായിട്ട് എക്സിനോടൊപ്പം 4 കൂട്ടുക. എക്സ് ഇവിടെ 9 ആണ്. 9നോടൊപ്പം 4 കൂട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുന്നു 13 ലഭിക്കുന്നു. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്? 9, 11, 13 എന്നുള്ള സംഖ്യകൾ ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കലണ്ടറിൽ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി. അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. അപ്പൊ 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യകൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള നമ്മൾ 7ാം ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? കലണ്ടറിലെ ഏതെങ്കിലും 4 സംഖ്യകൾ എന്ത് ചെയ്യുക? ഒരു സമചതുരം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 സംഖ്യകൾ എടുക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ സംഖ്യയുടെ തുക എത്രയാണെന്ന് 80 ആണെന്ന് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ ഒരു കലണ്ടറിലെ 4 സംഖ്യകളാണ് ഇവിടെ അടയാളപ്പെടുത്താനായിട്ട് പോകുന്നത്. നോക്കാം. അതിൽ ഒന്നാമത്തെ സംഖ്യയെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. ഒന്നാമത്തെ സംഖ്യ ഏതാണ്? എക്സ് ആയിട്ട് എടുക്കുന്നു. തൊട്ട് അടുത്ത നമ്പർ എങ്ങനെയായിരിക്കും? ഈ സംഖ്യയോടൊപ്പം എത്ര കൂട്ടണം? 1 കൂട്ടുക. അപ്പോൾ എക്സ് പ്ലസ് 1 എന്ന് ലഭിക്കുന്നു. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. തൊട്ടടുത്ത സംഖ്യ കണ്ടെത്താനായിട്ട് അതിനോടൊപ്പം എത്ര കൂട്ടുന്നു? 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ് പ്ലസ് 1 എന്ന് ലഭിക്കുന്നു. ഇനി ഇവിടെ എക്സ് ആണ്. അടുത്ത ഇവിടെ ആവണം. ഇവിടെ ആകുമ്പോൾ അടുത്ത ഒരാഴ്ചയാണ് മാറുന്നത്. ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത്. 7 ദിവസം മാറുന്നു. അപ്പോൾ ഇവിടുത്തെ ദിവസത്തോടൊപ്പം എത്ര കൂടി ആഡ് ചെയ്യണം? 7 ദിവസം കൂടി ആഡ് ചെയ്താൽ മാത്രമേ അടുത്ത ആഴ്ചയിലെ ദിവസമാകത്തുള്ളൂ, സമചതുരാകൃതിയിലുള്ളത് ആവത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ സംഖ്യ കണ്ടെത്താനായിട്ട് ഇവിടുത്തെ എക്സിനോടൊപ്പം എത്രയാണ് കൂട്ടാനുള്ളത്? 7 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ലഭിക്കും എക്സ് പ്ലസ് 7 എന്ന് ലഭിക്കുന്നു. ഇവിടെ എക്സ് ആണ്. അടുത്ത ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത്. അടുത്ത ആഴ്ചയിലെ നമ്പർ കണ്ടെത്താനായിട്ട് എക്സിനോടൊപ്പം 7 കൂടെ കൂട്ടുന്നു. എക്സ് പ്ലസ് 7 എന്ന് ലഭിക്കുന്നു. എക്സ് പ്ലസ് 7 കിട്ടിക്കഴിഞ്ഞാൽ തൊട്ട് അപ്പുറത്തെ സംഖ്യ കണ്ടെത്താൻ എളുപ്പമാണ്. എക്സ് പ്ലസ് 7 ഇവിടെയാണെങ്കിൽ ഇവിടെ എല്ലാം കണ്ടെത്തി കഴിഞ്ഞു. ഇനി സ്റ്റെപ്പായിട്ട് എഴുതാനുള്ളത് ദി ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു എക്സ്. മലയാളം മീഡിയക്കാര് ആദ്യത്തെ സംഖ്യാസമം എക്സ്. നമ്മളുടെ കലണ്ടറിലെ ആദ്യത്തെ സംഖ്യയെ നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8. ഇനി പറയുന്ന കാര്യം, ഈ സംഖ്യകളുടെ സം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 80 ആണ്. അപ്പോൾ താഴോട്ട് എഴുതാം. സം ഈക്വൽ ടു അവയുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് 80 ആണ്. ഈ 4 സംഖ്യകൾ കൂട്ടുമ്പോൾ ലഭിക്കുന്നത് 80. എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഒന്നാമതായിട്ട് എക്സിനെ അതുപോലെ എഴുതുക. എക്സ് അധികം പിന്നീട് എക്സ് പ്ലസ് 1 അധികം ഈ സംഖ്യകളെല്ലാം എന്ത് ചെയ്യുന്നു? അതുപോലെ നിരത്തി എഴുതി എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. എക്സ് അധികം എക്സ് പ്ലസ് 1 അധികം എക്സ് പ്ലസ് 7 അധികം എക്സ് പ്ലസ് 8 സമം എത്രയാണ്? അത് 80 ആണ്. അത് 80 ആണ്. എത്ര എക്സുകളാണുള്ളത്? 1 2 3 4 4 എക്സ് പ്ലസ് ഇനി സംഖ്യകളായിട്ടുള്ളത് ഏതൊക്കെയാണ്?
8ഉം 7ഉം 15, 15 1 എത്രയാണ് 16. 4x പ്ലസ് 16 സമം 80 എന്ന് ലഭിക്കുന്നു. 4x സമം 80 മൈനസ് 16, പോസിറ്റീവിനെ സമത്തിനപ്പുറത്ത് കൊണ്ടുവന്നു നെഗറ്റീവ്. 4x സമം 4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80ൽ നിന്നും 16നെ കുറയ്ക്കുക. 80ൽ നിന്ന് 10 പോയാൽ 70, 70ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 54 എന്ന് ലഭിക്കുന്നു. 64 എന്ന് ലഭിക്കുന്നു. 80 മൈനസ് 16 എത്രയാണ് 64 എന്ന് ലഭിക്കുന്നു. 4x സമം 64. അങ്ങനെയാണെങ്കിൽ x കണ്ടെത്താനായി 64 ഡിവൈഡഡ് ബൈ 4, 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 64 ഡിവൈഡഡ് ബൈ 4, 1 4 4 2 24 6 24 എത്ര കിട്ടുന്നു 16 എന്ന് ലഭിക്കുന്നു. ആദ്യത്തെ സംഖ്യ എത്രയാണ് x ആയിട്ട് 16 എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത ഫസ്റ്റ് നമ്പർ എത്രയാണ് 16 ആണ്. നമുക്ക് എഴുതി നോക്കാം. തൊട്ട് താഴോട്ട് ചതുരത്തെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ആ സമചതുരത്തെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള നമുക്ക് ഇവിടെ എത്ര കിട്ടി x ആയിട്ടുള്ള 16 നമുക്ക് ഇവിടെ കിട്ടി കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x പ്ലസ് 1 ആണ്. കണ്ടെത്താനായി 16നോടൊപ്പം 1 കൂട്ടുക. എത്ര അത് 17 ആണ്. ഇനി അടുത്തത് തൊട്ട് താഴെ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ x എന്ന് പറഞ്ഞാൽ 16 ആണ്. 16നോടൊപ്പം എത്ര കൂട്ടുക 7 കൂട്ടുക. 16ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ 23 ആണ്. ഇവിടെ എത്ര ലഭിക്കുന്നു 24 എന്ന് ലഭിക്കുന്നു. എല്ലാ സംഖ്യകൾ 4 സംഖ്യകൾ കൂട്ടുമ്പോൾ എത്ര ലഭിക്കുന്നു നമുക്ക് 80 ലഭിക്കുന്നു. ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിലുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ വായിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്യുക. ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കേണ്ടതാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കലണ്ടറിൽ 9 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തുക. എങ്ങനെയാണ് കലണ്ടറിൽ നമ്മളിപ്പോ അടയാളപ്പെടുത്തിയത് എത്രയാണ് 4 സംഖ്യകളാണ് അടയാളപ്പെടുത്തിയത്. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറയുന്നത് 9 സംഖ്യകളുള്ള ഒരു സമചതുരമാണ്. ശ്രദ്ധിക്കണം, സമചതുരം എന്ത് ചെയ്യുക അടയാളപ്പെടുത്തുക. അതിനുശേഷം അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 90 ആണ് ലഭിച്ചത്. നമ്മളിപ്പോൾ 4 സംഖ്യകളുള്ള ഒരു സമചതുരമാണ് അടയാളപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ അടുത്ത പറയുന്നത് എത്രയാണ് 9 ആണ്. 9 സംഖ്യകളുള്ള ഒരു സമചതുരത്തെ അടയാളപ്പെടുത്തുക. ആ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് ലഭിക്കുന്നത് 90 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സംഖ്യകളാണ് കൂട്ടിയത് എന്നുള്ളത് എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക. ജസ്റ്റ് ഞാൻ ഒന്ന് പറയുകയാണ്, നിങ്ങൾ ചെയ്യുക, ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള മോഡൽ മാത്രം പറയുന്നു. അപ്പോൾ എത്ര സംഖ്യകളാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ 9 സംഖ്യകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ x ആണ്. അടുത്തത് x പ്ലസ് 1 ആണ്. അടുത്തത് x പ്ലസ് 2 ആണ്. ബാക്കിയുള്ള സംഖ്യകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ലഭിക്കുന്ന എത്രയാണെന്നാ പറഞ്ഞത് 90 ആണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ ഈ സ്റ്റെപ്പില്ലേ നമ്മൾ ഇവിടുത്തെ സംഖ്യകളെല്ലാം എഴുതി കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പാണ് ഉപയോഗിക്കേണ്ടത്. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 80 ആയിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കണക്കിൽ എത്രയാണത് അത് 90 ആയിട്ട് മാറും. 90 ലഭിക്കും. ബാക്കി എന്ത് ചെയ്യുക ഇപ്പം ചെയ്തതുപോലെ എന്ത് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഹോംവർക്കാണ്. ചെയ്ത് നിങ്ങളെ ക്ലാസ് ടീച്ചറിന് എന്ത് ചെയ്യുക അയച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം.